അപ്പോഴാണ് അള്ളാന്റെ പ്രവാചകൻ പറഞ്ഞവന് സുഹൃതം ചെയ്തവനാണെങ്കിൽ നല്ലത് പ്രവർത്തിച്ചവനാണെങ്കിൽ അവന് ഭോജിക്കാനുമല്ല ദുനിയാവിൽ വന്നത്, ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ആഖിറത്തിലേക്ക് വേണ്ടിയിട്ട് മുതൽക്കോട്ടുകൾ ദുനിയാവിൽ ഉണ്ടാക്കാൻ വേണ്ടി വന്നവനാണെങ്കിൽ അവന് സന്തോഷമാണ്. അതിന് സ്വർഗം കൊടുക്കണമെങ്കിൽ, സ്വർഗം കിട്ടണമെങ്കിൽ, അവൻ ചെയ്ത ജോലിക്ക് കൂലി കിട്ടണമെങ്കിൽ അവൻ മരിക്കേണ്ടി വരും. ആ മരണം അവന് അനുഗ്രഹമാണ്, സന്തോഷമാണ്. ഇനിയോ മാത്രമല്ല, അവൻ ജീവിച്ചിരിക്കുമ്പോൾ ആ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ കാണാം, ആ നാട്ടിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാണാം. ആ ബുദ്ധിമുട്ടുകളിൽ നിന്ന് അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് അവൻ സഞ്ചരിക്കണ്ടേ, അതവന് സന്തോഷം നൽകുന്നതാണ്. പിന്നെ എന്താണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്? അവൽ മുസ്തറാഹ മിൻഹു, അല്ലെങ്കിൽ എവനിൽ നിന്നും മറ്റുള്ളവർ സന്തോഷം ഉണ്ടാകും. അതെങ്ങനെയാണ്? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇവൻ മോശപ്പെട്ട ജീവിതം നയിച്ചാൽ, ഇവൻ മോശപ്പെട്ട ജീവിതം നയിച്ചിരുന്നവരാണെങ്കിൽ ഇവൻ മരിച്ചതോടുകൂടി സന്തോഷിക്കുന്നതാരാ? ഭൂമിയും മൃഗങ്ങളും പക്ഷിപ്രവാദികളും വൃക്ഷങ്ങളും മനുഷ്യരുമൊക്കെ നിന്റെ മരണത്തിന്റെ പേരിൽ സന്തോഷിക്കുന്നുണ്ടെന്ന് അല്ലാഹുവിന്റെ പ്രവാചകനെ പഠിപ്പിക്കുന്നു. എത്രയോ സഹോദരങ്ങൾ മരിച്ചു പോകുമ്പോൾ ആ നാട്ടിലെ ആൾക്കാർ പറയാറുണ്ട്, അദ്ദേഹം മരിച്ചത് തന്നെ നല്ലത്, നമ്മളെ രക്ഷപ്പെട്ടു, അദ്ദേഹത്തിന്റെ ഫിത്നയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്നത് പറയാറുണ്ട്. എന്തുകൊണ്ടാ? നമ്മുടെ ജീവിതം ശരിയാകാത്തത് കൊണ്ട്. മരണം അനുഗ്രഹം തന്നെയാണ്. ഒന്നുകിൽ നമ്മൾ എന്തായിരിക്കും? നല്ലത് ചെയ്യുന്നവരായി, അതിന് സ്വർഗം വേണമെങ്കിൽ മരിച്ചു പോയി. അല്ലെങ്കിലോ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ നമ്മളങ്ങ് ഒഴിഞ്ഞു കൊടുത്തേക്കണം എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യരുത്. ഒരിക്കലും മരണത്തെ കൊതിക്കാൻ പാടില്ല. അങ്ങനെ കൂടിയുണ്ട്. ഇൻഷാ അല്ലാഹ് ലാസ്റ്റ് പറയാം. മരണത്തെ നമ്മൾ കൊതിക്കാൻ പാടില്ല, അത് പറയാം. മരണം അനുഗ്രഹം തന്നെയാണ്. തുഞ്ചൻ നമ്പ്യാര് കാലമില്ല കാലം എന്ന് പറയുന്ന ഒരു കവിതാശലകത്തിനത്തെ വേണ്ടി വെച്ചു. വൃദ്ധന്മാരൊരു കൂട്ടം വീട്ടില് നമ്മളത് ആലോചിച്ച് നോക്കിയേ. നമ്മളെ വീട്ടിൽ ആരും മരിച്ചിട്ടില്ലെന്ന് ഇരിക്കട്ടെ, എത്ര തലമുറ വീട്ടിൽ ഇതിനൊക്കെ ആഹാരം കൊടുക്കുന്നത് എങ്ങനെയാ? രണ്ടുപേരുള്ളപ്പോൾ തന്നെ ആഹാരം കൊടുക്കാൻ കഴിയുന്നില്ല. വിവാഹം കഴിഞ്ഞ് എത്ര മക്കളുണ്ട്? അത് ഒരാളെ ഉള്ളൂ. എന്താ പിന്നെ കാശില്ലേ? എവിടെയാണ് ഭക്ഷണം കൊടുക്കുന്നത്? അള്ള പറഞ്ഞെന്താ? ലാ തഖ്തുലു ഔലാദകും ഖശിയത. നിങ്ങൾ ദാരിദ്ര്യമായതുകൊണ്ട് മക്കളെ കൊല്ലൽ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പിടിച്ചിരുത്തിയിട്ട് കട്ട് ചെയ്ത് കൊല്ലണം മാത്രമല്ല, ഭാര്യയെ അബോർഷൻ ചെയ്യുന്ന കാര്യങ്ങൾ ഈയല്ല ഭക്ഷണം കൊടുക്കുന്നത്. അപ്പൊ നമ്മളെ വീട്ടില് മരിക്കാതെ എല്ലാവരും ഇങ്ങനെ മുത്തച്ഛൻ മുതുക്കന്റെ മുത്തച്ഛാനിരിക്കുന്നു, മുത്തച്ഛാനാവാനുള്ള മുത്തച്ഛൻ മരിച്ചില്ല എന്ന് പറഞ്ഞാൽ എത്ര മുത്തച്ഛന്മാരാ ഇങ്ങനെ ഇരിക്കുന്നവർ കാണും, വളഞ്ഞിങ്ങനെ ഒരു സീറോ ആക്കി ഇരിക്കുന്നവർ കാണും, പല ആയിട്ടുള്ളവർ കാണൂലേ. നമുക്കൊരു കൗതുകം തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് മരണം അനുഗ്രഹം തന്നെയാണ്. ആ മരണം അനുഗ്രഹമാണ്. ഒന്നുകിൽ നമ്മൾ അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് പോകുന്നത് നമുക്ക് അനുഗ്രഹമാണ്, അതല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും നമ്മൾ പോകുമ്പോൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമാണെന്ന് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ പഠിപ്പിക്കുകയാണ്. മരണം കടന്നു വരുമ്പോൾ ഒരു മഹാൻ കശ്മിന്റെ ഉലമാക്കളിൽപ്പെട്ട ഒരാള് അസ്റായീലിനോട് ഒരു വേള ചോദിച്ചു, അസ്റായീലേ നീ വരുമ്പോൾ ഒന്ന് ദൂതനെ അയച്ചിട്ട് വരാത്തതെന്തേ? ആരെങ്കിലും ഒന്ന് അയച്ചിട്ട് വരാത്തുണ്ട്. സാധാരണ അങ്ങനെയാണല്ലോ, വിളിച്ച് പറയും, ഇന്ന് രണ്ടുപേരും ഇവിടെ അങ്ങോട്ട് വരുന്നുണ്ട്, വാങ്ങോളത്തുനിന്ന് അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ വീടൊക്കെ അതുവരെ തൂക്കൂല. അതിന് മുമ്പ് അതൊക്കെ തൂത്ത് റെഡിയാക്കി പാത്രങ്ങളൊക്കെ വന്ന് വിമ്മിട്ട് വെമ്മിഷ്ടപ്പെട്ട് കഴുകി വെച്ച് എന്ത് ചെയ്യും? സ്വീകരിക്കും. അപ്പൊ ഈ കശ്മീരിന്റെ ആലിമികളിൽപ്പെട്ട ഒരാള് അസ്റായീലിനോട് ചോദിച്ചു, അസ്റായീലേ നീ വരുമ്പോൾ ഒന്ന് പറഞ്ഞിട്ട് വന്നൂടെ? എനിക്ക് നമ്മൾ തയ്യാറായിരിക്കാമല്ലോ. എല്ലാവരും വിളിച്ച് പറയും. നമ്മൾ പിന്നെ ഞാൻ ഒരു ഭാഗത്ത് ഇങ്ങോട്ട് വരും, ദൂരെ താമസിക്കുന്നവരൊക്കെ വിളിക്കുമല്ലോ, അറിഞ്ഞാ 6-ാം തീയതി ഞാൻ പോവാ, വരണമില്ലല്ലോ എന്ന് പറയും. അപ്പൊ എന്ത് ചെയ്യും? അവരെല്ലാം ബസ് കയറി വരും. അപ്പൊ ചോദിക്കും, എവിടെ പോകുന്നു? കൊല്ലത്ത് വെച്ച ആളെ പരിചയപ്പെടും. എവിടെ പോണ്? അതെന്റെ മാങ്കോളത്തെ മൂത്താപ്പ നാളെ മരിക്കുക, ഞാൻ പോവാ. അപ്പൊ കശ്മീരിന്റെ ഉലമാക്കളിൽപ്പെട്ട ഒരാൾ ചോദിച്ചു, ഒരു ദൂതനെ അയച്ചിട്ട് വന്നൂടെ? എന്ന് ചോദിച്ചപ്പോൾ ചെറിയ കുട്ടികളോട് താറുണ്ടാക്കാത്ത വലിയവരുടെ ബഹുമാനിക്കാത്ത ഞാൻ ദൂതനെ അയക്കുമ്പോൾ മറ്റാരും ദൂതനെ അയക്കുന്നില്ല. ഒരുപാട് ദൂതന്മാരെ അയച്ചിട്ടുണ്ട്. നമ്മൾ പറയുന്നത് കണ്ണി കുരുവാരെന്നാന്ന് ചോദിക്കൂലേ? ഒരുപാട് ദൂതന്മാരെ അയച്ചിട്ടുണ്ട്. എന്താണ് ദൂതന്മാര്? ആ ദൂതന്മാര്
അപ്പൊ എനിക്ക് ദൂത് വന്നല്ലോ എന്ന് ഓരോരുത്തരും ചിന്തിച്ചുകൊള്ളുക. അസ്രായീല് പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു മനുഷ്യന് ചെറുകുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, പേരക്കിടാങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, അഥവാ മക്കളുണ്ടായി, ആ മക്കളെ വിവാഹം കഴിച്ച് അവർക്കും മക്കളുണ്ടായി കഴിഞ്ഞാൽ, മറ്റുപറഞ്ഞ വേലകളെ പോലെ നിന്റെ ശരീരത്തിന്റെ തൊലികളുണ്ടല്ലോ, ആ തൊലികളെ വിണ്ടു കീറി കഴിഞ്ഞാൽ, അഥവാ ചുക്കിച്ചുളങ്ങിയ തൊലികളായി കഴിഞ്ഞാൽ, നിന്നെ ഓരോരോമായി മാറി മാറി പ്രയാണിക്കൊണ്ടിരുന്നാൽ, ഒരു രോഗം വന്ന് അത് ചികിത്സിച്ച് മാറ്റിയപ്പോൾ അടുത്ത രോഗം വന്ന് നിങ്ങളെ ഓരോ രോഗങ്ങളിൽ നിന്ന് വേട്ടയാടിക്കൊണ്ടിരുന്നാൽ, കൊയ്ത്തിന്റെ സമയമെടുത്ത കൃഷിയാണ് കൂട്ടത്. കൊയ്ത്തിന്റെ സമയമെടുത്ത കൃഷിയാണ് എന്നൊരു മഹാൻ പരിചയപ്പെടുത്തുന്നു. അസ്രായേൽ പറഞ്ഞു കൊടുത്തതാ. നമ്മളെന്ത് ചെയ്യും? നമ്മളെ ഫെയർ ലവ്ലി അതും ഇതും എല്ലായിട്ടും നമ്മളിങ്ങനെ ഭദ്രാക്കി വെച്ചിരിക്കുക. ഫെയർ ലവ്ലിയുടെ ഉത്ഭവമൊക്കെ അറിയാമെങ്കിൽ നമ്മൾ വായിക്കുന്നവരല്ലേ. ഫെയർ ലവ്ലിയുടെയൊക്കെ ഉത്ഭവം അറിയാമെങ്കിൽ നമ്മൾ ഇടൂല. ഇതൊക്കെ ഇട്ട് നമ്മൾ മിനുസമാക്കി വെച്ചിരിക്കുക നമ്മുടെ ശരീരം. ഇതിനു വേണ്ടിയിട്ടാ. ആരും അറിയരുത്, നമ്മൾ വയസ്സുകൊണ്ട് ആരും അറിയരുത്. അതിനു വേണ്ടിയിട്ടാ. മരണത്തിന്റെ രണ്ട് മുഖങ്ങളുണ്ട്. എങ്ങനെയാ? ഒന്നുകിൽ നല്ലവനായിരിക്കും, അതല്ലെങ്കിൽ ചീത്തയാളായിരിക്കും. നല്ല ആളാണെങ്കിൽ ആ നല്ല മനുഷ്യന്റെ മുമ്പിലേക്ക് മഹാനായ കിടക്കുന്നവന്റെ വീടിന്റെ ചാരത്തിരണ്ടത്തിന്റെ കട്ടിലിന്റെ ഓരത്ത് വന്നിട്ട് അതിനുള്ള പറയുന്നതെന്താ? അല്ലയോ സമാധാനപൂർവമായ മനസ്സ്, സമാധാനം സ്മരിക്കുന്ന ശരീരമേ, അല്ലയോ സമാധാനമുള്ള ആത്മാവ്, പൂർണ്ണ വൃത്തിയോടെ കൂടി പൊക്കെയുള്ളത, അള്ളാഹുവിലേക്ക് നല്ല രീതിയിൽ നീ പൊക്കെയുള്ളത, അള്ളാഹുവിന്റെ സച്ചരവരായ ദാസന്മാരിൽ ഉൾപ്പെട്ടുകൊള്ളുക. അതുപോലെ സത്യവിശ്വാസികൾക്ക് നിത്യസങ്കേതമായ കൈകൊണ്ട് തൊട്ടാതെ പൊട്ടിച്ചിരിക്കുന്ന മണിവീര കമ്പകളുടെ നാടൻ കൊണ്ട് മുതലമായ സുഖലോലത സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിലേക്ക് നീ പ്രവേശിച്ചു കൊള്ളുക എന്ന് നമ്മൾ നമസ്കരിക്കുന്നവരാണെങ്കിൽ, തലവരച്ച് നടക്കുന്നവരാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങൾ അവതരിപ്പിക്കുന്നവരാണെങ്കിൽ, ഭർത്താക്കന്മാരെ അനുസരിക്കുന്നവരാണെങ്കിൽ, മക്കളോട് കരുണ കാണിക്കുന്നവരാണെങ്കിൽ, അല്ലാതെ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് നിർവഹിക്കുന്നവരാണെങ്കിൽ, സിനിമാ ലോകത്തോട് വിട പറയുന്നവരാണെങ്കിൽ, നിന്റെ വീടിന്റെ ഉള്ളവകളില് നീ രോഗിയായി കിടക്കുമ്പോൾ സഹോദര നിന്റെ അടുക്കൽ വന്നിട്ട് നിനക്ക് പറയുന്നതെന്താ? അല്ലയോ സമാധാനപൂർവമായ ആത്മാവേ, സന്തോഷത്തോടെ മടങ്ങിക്കൊള്ളുക. അള്ളാന്റെ പ്രവാചകൻ പറയുകയാണ്, ഒരു മനുഷ്യനെ മരിക്കുമ്പോൾ അവന് സ്വർഗത്തിന്റെ ഫോട്ടോ അല്ലാതെ കാണിച്ചു കൊടുക്കും. മുഹമ്മദ് മുസ്തഫ മലക്കുകൾ വന്നിട്ട് സ്വർഗത്തിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കും അത്രേ. അത് കാണുമ്പോഴാണ് സന്തോഷത്തോടു കൂടി നമ്മൾ ചില മരണ വീട്ടിൽ പോയിട്ട് വന്നിട്ട് പറയുന്നത് എന്താ? ചിരിച്ചുകൊണ്ട് കിടക്കണമെന്ന് പറഞ്ഞു. കൂടുതൽ അഭിപ്രായം പറഞ്ഞ സ്ത്രീകളാണ്. ചിരിച്ചുകൊണ്ട് കിടക്കണമെന്ന് പറയും. മടവൂര് പ്രസവം കഴിഞ്ഞതോടെ എന്നെ നോട്ടപ്പുള്ളിയാക്കിയാണ് സ്ത്രീകൾ. എന്ത് പറഞ്ഞാലും സ്ത്രീകളെ കുറ്റം പറയും. ആണുങ്ങളെ പറ്റി ഒന്നും പറഞ്ഞില്ല. ജുമയ്ക്ക് ആണുങ്ങൾക്കാ കൊടുക്കും, നിങ്ങൾ കേൾക്കാത്തത് നിങ്ങൾ കുഴപ്പം. എന്റെ കുഴപ്പം എന്താ പറഞ്ഞത്? അള്ളാന്റെ പ്രവാചകൻ പറയുന്നു, നമ്മൾ വന്നിട്ട് പറയാറുണ്ട്, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വന്നിട്ട് നമ്മൾ പറയും,
ചിരിച്ചുകൊണ്ട് കിടക്കുന്നു. ശരിയാ, ചിരിച്ചുകൊണ്ട് കിടക്കുന്ന എന്തുകൊണ്ടാ? മരണത്തോടെ നല്ല വിദ്യുന്ന സകരാതിന്റെ ഹാര്. മോശമായ ജീവിതം നയിച്ച സഹോദര, മോശമായ ജീവിതം നയിച്ച സഹോദരി, ചിന്തിച്ചു കൊള്ളുക. മരണാസനായി കിടക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, മരണത്തിന്റെ സക്കറാത്തിന്റെ ഹാരിൽ കിടക്കുമ്പോൾ, സക്കറാത്തിന്റെ ഹാരിൽ കിടക്കുന്ന മനുഷ്യ നിന്റെ മുമ്പിൽ അതിന്റെ മലക്കുകൾ വന്നിട്ട് പറയുന്നു, മലക്കുകൾ വന്നിട്ട് പറയുന്നത് കൈ നീട്ടിയിട്ട് പറയുന്നു, നിങ്ങളുടെ രോഗിനെ പിടിച്ചതാ, രോഗിനെ പറിച്ചതാ എന്ന് നിങ്ങളുടെ ചാരത്ത് വന്ന മലക്കുകൾ പറയുമെന്ന് ഖുർആൻ പരിചയപ്പെടുത്തുക. എന്നിട്ട് പറയുക, അല്ലാമ ദിവസേന അള്ളാഹുവെപ്പറ്റി വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടന്ന മനുഷ്യ ഞാനാണ് വലിയ ആളെന്ന് പറഞ്ഞിട്ട്, ഞാനാണ് എല്ലാം തികഞ്ഞവരെന്ന് പറഞ്ഞിട്ട്, ജ്ഞാനത്തിന്റെ ഗുണവത്തരായ മനുഷ്യ നിന്റെ മുമ്പിലേക്ക് മലക്കുകൾ വന്നിട്ട് അവർ പറയുന്നുണ്ട്, ഇങ്ങോട്ട് ഇടാൻ നിന്റെ ആത്മാവ് എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ ആത്മാവിനെ വലിച്ചു പിടിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ആദരവായ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ പ്രവാചകർ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകർ പറയുകയാണ്, ഒരു കാഫിറായ മനുഷ്യനെ, ഒരു അധർമ്മകാരിയായ മനുഷ്യനെ, ഒരു പാപിയായ മനുഷ്യനെ മരിക്കുമ്പോൾ അവന് കാണിച്ചു കൊടുക്കുന്ന അതിന്റെ മരത്തുകൾ കണ്ടിട്ട് അവൻ ചെന്ന് കിടക്കേണ്ട പാമ്പുകളും തേളുകളും നിറയ്ക്കപ്പെട്ട ആ നരകമുണ്ടല്ലോ, ആ നരകത്തിന്റെ ചിത്രം കാണിച്ചു കൊടുത്തുകൊണ്ട് ആ നരകത്തിന്റെ ചിത്രം കാണുമ്പോൾ അറുക്കാൻ പിടിച്ച മാടികൾ വാഹനിക്കുന്നത് അവന് പൊളിച്ചുകൊണ്ട് വാഹനിച്ചുകൊണ്ട് എന്തോ കണ്ട് പേടിച്ച് ഫലനായവനെ പോലെ ഈ ലോകത്ത് തന്നെ വിട പറയുമ്പോ എന്റെ പെങ്ങള് നീ ഓരോ മരണവേദിയിൽ പോയിട്ട് തിരിച്ചു തന്നെ പറയാറുള്ളൂ, മരിച്ചു കിടക്കുന്നവൻ എന്തോ കണ്ട് പേടിച്ചവനെ പോലെ കിടക്കുന്നുവെന്ന്. അതങ്ങനെയാ. നല്ലത് ചെയ്താൽ മരിക്കുമ്പോഴുണ്ട്, ജീവിക്കുമ്പോൾ മാത്രമല്ല മരിക്കുമ്പോഴും, മരിച്ച ശേഷമൊക്കെ ഉണ്ട്. മരിച്ച ശേഷം നാളെ ഇൻഷാ അല്ലാഹ് പറയാം. മരിച്ചു പോകുമ്പോൾ അവസ്ഥയാണ് നാലാമത്തെ ബന്ധമാ പറഞ്ഞു വരുന്നത്. മരിക്കുമ്പോൾ അല്പസമയം റൂഹ് മാറി നിൽക്കും. അതായി പറഞ്ഞു വരുന്നത്. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഈ സന്ദർഭത്തിൽ സാമിബിന് നൂഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ സമുദായത്തോട് ഇറങ്ങിയിട്ട് അള്ളാഹയെ പറ്റി പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അവര് പറഞ്ഞു, നീ അള്ളാന്റെ പ്രവാചകൻ എന്താ തെളിവ്? എന്ത് തെളിവ് വേണം? മരിച്ചവരെ ജീവിപ്പിക്കും, അന്ധന്മാർക്ക് കണ്ണു കാഴ്ച കൊടുക്കും, വെള്ളപ്പാട്ടുകാരൻ അസുഖം മാറ്റി കൊടുക്കും, എന്താണ് നിങ്ങൾ കാണേണ്ടത് പറ. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഔലിയാക്കൾക്ക് കറാമത്ത് എന്നുള്ള സംഗതിയുണ്ട്. ഇതൊന്നും വേണ്ട, നേരെ ദീനിലേക്ക് വരുന്നുള്ള ചിന്താഗതിക്കാരെ നമ്മളാവാൻ പാടില്ല. അവരുടെ വിശ്വാസം ഉറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അമ്പിയാ മുർസലുകൾക്ക് മോചിതത്ത് കൊടുത്തത്. അതിനുശേഷം വന്ന അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് അവർ ദീന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടും അത് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കറാമത്ത് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. പറയുകയാണെങ്കിൽ പിന്നെ ഏറ്റവും വലിയ ഔലിയ ശൈഖുൽ മശായിഖ് ഖുദ്വത്തുൽ ആലം എന്താ മുതുകാട് റഹ്മത്തുള്ളാഹി അലൈഹിന്റെ ചോദിക്കും. കാരണം എന്താ, നിമിഷ നേരം കൊണ്ടല്ലേ എല്ലാം കാണിക്കുന്നു എന്ന് ചോദിക്കും. ഷാബിമാൻ പറഞ്ഞിട്ടുണ്ട്, ഷാബിമാൻ തോന്നുന്നു അതേ മൊഹീദ്ദീൻ ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? കിതാബും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്നവനാണോ, അഥവാ ഹദീസ് അനുസരിച്ച് ജീവിക്കുന്നവനും ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവനുമാണെങ്കിൽ അവൻ്റെ കറാമത്ത് തന്നെയാണ്. വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കും, എല്ലാം ചെയ്യും. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞു, അന്നത്തെ സമുദായം പറഞ്ഞു, ഇങ്ങനെ കാര്യം ചെയ്യും, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പണ്ട് മരിച്ചുപോയ ഒരാളെ കാണിച്ചു തരാൻ പറഞ്ഞു. ആരെ വേണം? സാമിബിന് നൂഹിനെ വേണം. ശരി, സാമിബിന് നൂഹിന്റെ ഖബറിനെ പോലെ ചെന്നിട്ട് മഹാനായ നമസ്കരിച്ചുകൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ആ ഖബറിലെടുത്തോട് മനസ്സിന് സാമിബിന് നൂഹ് ചാടി എഴുന്നേറ്റ് വരികയാണ്. സാമിബിന് നൂഹ് എഴുന്നേറ്റ് വന്നു. പഴയത് പറ്റൂല കേട്ടോ. പള്ളിയിൽ വന്നിട്ട് ഉസ്താദേ എന്നാ പിന്നെ നമുക്കൊന്നും അറിയണം, മരിച്ചുപോയി പാപ്പാനെ നിലയിപ്പിക്കാൻ പറഞ്ഞ കുഴഞ്ഞു. അങ്ങനെയൊക്കെ വരും. അങ്ങനെ അടവ് നോക്കി ഇറങ്ങാൻ ആശുമാക്കാതെ അവനെ പിടിക്കാന്ന് പറഞ്ഞ് ദീർഘായുസില്ല, അദ്ദേഹത്തിന് ഒരുപാട് അസുഖമുള്ളതാണ്.
പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, സാം ഇബ്നു നൂഹിനെ തിരഞ്ഞെടുത്തു. സാം ഇബ്നു നൂഹിനെ ജീവിപ്പിച്ചു. ജീവിച്ചപ്പോ താടിയും തലയൊക്കെ നരച്ചിരിക്കുന്നു. താടിയും തലയും നരച്ചിരിക്കുന്നു. അന്ന് നരയുണ്ടായിരുന്നില്ല. സാം ഇബ്നു നൂഹിന്റെ കാലഘട്ടത്തിൽ നരയുണ്ടായിരുന്നില്ല. ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ നരച്ചതെന്ന് ചോദിച്ചപ്പോ സാം ഇബ്നു നൂഹ് പറയുമ്പോ, എന്നെ നിങ്ങൾ വിളിച്ചപ്പോ ഖിയാമത്ത് നാളെത്തി എന്നുകൊണ്ട് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റത്. ആ ദിവസത്തിന്റെ പ്രസവ ഗർഭിണികളായ സ്ത്രീകളെ കുട്ടികൾ അറിയാതെ പ്രസവിച്ചു പോകുന്ന നിമിഷമാണ് ഖിയാമത്ത്. നിലകൊടുത്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകളെ, നിലകുടിച്ചുകൊണ്ടിരിക്കുന്ന പൈതലുകളെ ഒളിച്ചെറിഞ്ഞിട്ട് ഓടിപ്പോകുന്ന ദിവസമാണ് ഖിയാമത്ത്. കുട്ടികളെ നിറപ്പിച്ചു കളയുന്ന ദിനമാണ് ഖിയാമത്ത്. ആ ഖിയാമത്തിന്റെ മാറാണെന്ന് ധരിച്ചുകൊണ്ട് ഞാൻ നരച്ചു പോയതാണെന്ന് സാമബിന്. മോമിനാണെങ്കിൽ മാവിൽ നിന്ന് നൂലെടുക്കുന്നത് പോലെ അറിയുപോലുമില്ല. ചിലരങ്ങനെയല്ല. ചിലര് കുത്തിവെച്ച അറിയില്ല. സംസാരിച്ചുകൊണ്ടിരിക്കും, കുത്തിയൊക്കെ ഇറക്കി തരും, വലിച്ചൂരി കൊണ്ട് പോകണം, ഓക്കെ, എല്ലാം കഴിഞ്ഞു. ഇഞ്ചക്ഷൻ. ചിലരാണെങ്കിലോ, ചിലരവിടെ നിന്ന് സിറിഞ്ചിൽ മരുന്നെടുക്കുമ്പോഴേ നമുക്ക് വേദന എടുക്കണം. എന്തുകൊണ്ടാണ്? മരണത്തിന്റെ വേദന സത്യവിശ്വാസിയാണെങ്കിൽ അവന് വേദന അറിയില്ല. മാവിൽ നിന്ന് നൂല് വലിച്ചെടുക്കുന്ന പ്രതീതിയാണ്. മറ്റതാണെങ്കിലോ, മുള്ളുള്ള ചെടിയിൽ നിന്നും വസ്ത്രം വലിച്ചെടുക്കുന്നത് പോലെ ഇങ്ങോട്ട് പിടിക്കുമ്പോൾ അങ്ങോട്ട് വലിക്കുന്നു, ഇങ്ങോട്ട് വലിക്കുമ്പോൾ അങ്ങോട്ട് പിടിക്കുന്നു. ഈ അവസ്ഥയിലാണ് മരണപ്പെട്ടു പോകുന്നത്. മരണത്തിന്റെ രണ്ട് മുഖങ്ങളുണ്ട്. അതുകൊണ്ട് ഏത് മുഖം വേണമെന്ന് തിരിച്ചെടുക്കോ. ഏത് മുഖമാ വേണ്ടത്? ചിരിച്ചു മരിക്കണോ? ചിരിച്ചു മരിക്കണോ എന്ന് ചിരിപ്പിച്ച് മരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഒരുപാട് പേര് നടക്കുകയാണ്. ചിരിച്ചു മരിക്കുകയാണെങ്കിൽ ഞങ്ങളെ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് നടക്കുന്നവരുണ്ട്. നിങ്ങൾക്കറിയണോ, അലിയാർ തങ്ങള് ലോകത്തെ മസാലിസന്മാരുടെ നേതാവായ അലികൾ നിർത്തലേ പ്രഥമ ശിഷ്യന്മാരായ മുരീർമാരായ അവര് പറഞ്ഞു, ഞങ്ങൾ ഇനി ചിരിക്കണമെങ്കിൽ ഞങ്ങൾ എവിടെയാണ് ഞങ്ങളുടെ മസീർ? നരകമാണോ സ്വർഗമാണോ ഞങ്ങൾ പോകേണ്ടതെന്നറിഞ്ഞാല് ഞങ്ങളിത് ചിരിക്കണമെന്ന് പറഞ്ഞ അവര് മരിച്ചെന്നതുവരെ ചിരിച്ചിട്ടില്ല. എന്നിട്ട് മരിച്ചതിന് ശേഷം മയ്യത്ത് കട്ടിയിൽ കിടത്തിയിട്ട് കുളിപ്പിച്ചതിന് രേഖപ്പെടുത്തുന്നു. രണ്ടുപേരും പുഞ്ചിരിക്കുന്നു, രണ്ടുപേരും ചിരിക്കുന്നു. അതുകൊണ്ട് ചിരിച്ചു മരിക്കാൻ തയ്യാറാവുക, ചിരിച്ചു മരിക്കാൻ തയ്യാറാവുക. അതുകൊണ്ട് ആ നാലാമത്തെ വിഭാഗം ഞാൻ പൂർത്തിയാക്കുകയാണ്. നാലാമത്തെ ബന്ധമാണ് മരണസമയത്തുള്ള ബന്ധം, ആത്മാവും ശരീരവുമായിട്ടുള്ള ബന്ധം. നാലാമത്തെ ബന്ധമാണ്. ഇനി അഞ്ചാമതൊരു ബന്ധമുണ്ട്. അത് പറഞ്ഞ് പെട്ടെന്ന് നമുക്ക് കേൾക്കാം. അഞ്ചാമതൊരു ബന്ധമുണ്ട്. അതേതാണ്? അഞ്ചാമത്തെ ബന്ധം പുനർജന്മത്തിന്റെ ബന്ധമാണ്. മരിച്ചു, കബറിൽ കൊണ്ടുവച്ചു, പിന്നെ പുനർജീവിതം. അതാണ് യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത്. കൊണ്ട് കൊടുക്കൂ. അതല്ലേ പറഞ്ഞത്, ഒരു മനുഷ്യനെ കബറടക്കപ്പെട്ടാൽ, സഹോദരിമാര് മനസ്സിലാക്കുക, ഒരു മനുഷ്യനെ കബറടക്കിയാൽ ആ കബറടക്കി പലക വെച്ചു മണ്ണിട്ട് മൂടിയതിനു ശേഷം എല്ലാം കഴിഞ്ഞു, തൽക്കീനൊക്കെ ഓതി എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോൾ പോകുന്നവരുടെ ചെരുപ്പടിയുടെ ശബ്ദം പോലെ മയ്യത്ത് കൊടികൾ കിടന്ന് കേൾക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ചെരുപ്പിന്റെ വാറണി ശബ്ദം പോലും അവർ കേൾക്കും. പിന്നെയാണോ കേൾക്കൂലെന്ന് ചോദിച്ചാൽ അവിടെ പോകാൻ പറയാൻ കേൾക്കോ? തെളിവ് ചോദിക്കുന്നതേ തെളിവ്. ചേകന്നൂര് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉസ്താനത്ത് ചോദിച്ചു, എന്ത് പറഞ്ഞാലും അതിനെന്താ തെളിവ്? അതിതാ. ഇതിനെന്താ തെളിവ്? അതിതാ എന്ന് പറഞ്ഞ എല്ലാത്തിനും തെളിവ് കൊടുത്ത് അവസാനം ഗതിയായിട്ട് ഉസ്താദ് പറഞ്ഞത്, നിന്റെ കാര്യത്തിൽ ഒരു തെളിവില്ലാതെ പോകണ ശൈത്താനെ. ഇതുവരെ അവന്റെ കാര്യത്തിൽ യാതൊരു തെളിവുമില്ല. ചേകന്നൂരിന് തെളിവ് ചോദിക്കണ്ട. മരിച്ചാൽ കേൾക്കും, ഇല്ലെങ്കിൽ മരിച്ചു നോക്കേ, അപ്പൊ കേൾക്കും, അറിയാലോ. എന്നിട്ട് അവിടെ വെച്ച് കാണാം നമുക്ക് ഇൻഷാ അല്ലാഹ്. മരിച്ചാൽ കേൾക്കും. അഞ്ചാമത്തെ ബന്ധമാണ് പുനർജീവിതത്തിലെ ബന്ധം. നമുക്കിപ്പോ അത് സമ്പൂർണ്ണ ബന്ധമാണ്. അത് സമ്പൂർണ്ണ ബന്ധം. ഇവിടെ നമുക്ക് തിരുവനന്തപുരത്ത് പോകണമെന്ന് വെച്ചാൽ വണ്ടി കയറണം, ഇവിടെ ബസ് കാത്ത് നിൽക്കണം. ആ ബസ് കയറിയിട്ട് പാരിപ്പള്ളി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് അടുത്ത ബസ് കയറി തിരുവനന്തപുരത്ത് ഇറങ്ങിയിട്ട് ഓട്ടോ വിളിച്ച് അവിടെ പോയാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. എന്താ? ജഡപ്രധാനമാണ് ദുനിയാവ്. ജഡപ്രധാനം എന്ന് പറഞ്ഞാൽ ആത്മാവിന് യാതൊരു സ്ഥാനമില്ല. ജഡം കൂടെ പോയാലേ തിരുവനന്തപുരത്ത് പോകാൻ പറ്റുകയുള്ളൂ. മരിച്ചു പോയാൽ അവരുടെ ജഡത്തിന്റെ അവകാശമില്ല, ആത്മപ്രധാനമാണ്. അഥവാ അവിടെയാണ് നമ്മുടെ വിഷയത്തിന്റെ ബന്ധം. ജഡം നമ്മുടെ ആത്മാവിനെ തടവറയിലാക്കിയിരിക്കുകയാണ്. ആത്മാവിന് സ്വൈര്യമായിട്ട് വിവരിക്കാൻ അനുവദിക്കില്ല. ജഡം കൂടെ പോയാലേ നടക്കുകയുള്ളൂ. എന്നാൽ അവിടെ പോയാലോ അവിടെ ആത്മപ്രധാനമാണ്. ജഡപ്രധാനം അല്ലാഹുവിന്റെ ഖുർആനിൽ പറയുകയാണ്,
ഈ പറയുന്ന കാര്യങ്ങളെ കൊണ്ട് നീ അശ്രദ്ധനായിരുന്നു, നിനക്കതിനെപ്പറ്റിയൊന്നും സംസാരിക്കാൻ കഴിവില്ലായിരുന്നു, അതിനെപ്പറ്റി നിനക്കൊന്നും പറയാൻ കഴിവില്ലായിരുന്നു, ചിന്തിക്കാനുള്ള കഴിവ് നിനക്കില്ലായിരുന്നു. നീ അശ്രദ്ധമായി നടന്നു. നിന്റെ മൂടിയെ നാം അങ്ങ് മാറ്റിയിരിക്കുകയാണ്, നിന്റെ മൂടിയെ കണ്ണിന്റെ മൂടിയെ അങ്ങ് മാറ്റിയിരിക്കുകയാണ്. ഇന്നത്തെ കണ്ണിന്റെ കാഴ്ച നല്ല കാഴ്ചയുള്ളതാണ്, മൂർച്ചയുള്ള കാഴ്ചയാണ്. നമുക്ക് പറയാമെന്ന് മനസ്സിലാവൂല. അതിൽ നിന്നും നീ അശ്രദ്ധന, അത് ചിന്തിക്കുന്നേ ഇല്ല നീ. പിന്നെ ആഖിറത്തിൽ വരുമ്പോൾ അല്ലാഹ് പറയുന്ന കാര്യം ദുനിയാവിൽ വെച്ച് നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് നിന്റെ മൂടി, കണ്ണിന്റെ മൂടി, ഒരു മൂടി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അത് കാണാൻ കഴിയാത്തത്. ആ മൂടിയനാ മാറ്റി, ആ മൂടിയനാ മാറ്റിയിരിക്കുകയാണ്. ഇന്നേ ദിവസം നിന്റെ കാഴ്ച അപാരമായ കാഴ്ചയാ, നല്ല കാഴ്ചയാണ് നിനക്ക് ഉണ്ടാവുക, നല്ല കാഴ്ചയാണ് ഉണ്ടാവുക. ചിലർക്ക് നല്ല കാഴ്ച ദുനിയാവിൽ വെച്ച് തന്നെ ഉണ്ടാവും. നല്ല കാഴ്ച ഉണ്ടാവുന്നവരുണ്ടല്ലോ, ഈ ചിലരെ കണ്ണ് നോക്കിയിട്ട് നീ പറഞ്ഞാൽ അത് സംഭവിക്കും. ഓ നല്ല വീടാണെന്ന് പറഞ്ഞാൽ പിറ്റേന്ന് ഇടിഞ്ഞു വീഴും. ഇന്നേ ദിവസം നിന്റെ കണ്ണിന് വല്ലാത്ത കാഴ്ച ശക്തിയാണ് വിശുദ്ധ ഖുർആൻ. കാഴ്ചശക്തി മാത്രമല്ല, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഉദ്ഘാടക പ്രസംഗികൻ പറഞ്ഞതുപോലെ റൂഹുകൾ തമ്മിൽ സംസാരിക്കുമത്രേ. ഉറക്കത്തിൽ സംസാരിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നും ഒരാൾ മരിച്ചെന്നിരിക്കട്ടെ, ഈ മാങ്കോണം എന്ന് പറയുന്ന പ്രദേശത്ത് അല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ, ഒരാൾ മരിച്ചെന്നിരിക്കട്ടെ, അദ്ദേഹം പള്ളിക്കാട്ടിൽ മടവൂര് കൊണ്ട് കബറടക്കം ചെയ്യപ്പെടുമ്പോൾ, കബറടക്കം ചെയ്യപ്പെട്ട അദ്ദേഹത്തിന്റെ ആത്മാവ് മറ്റുള്ള ആത്മാക്കൾ കാണുമ്പോൾ, അഥവാ ഇവിടെ നിന്ന് വരുമ്പോൾ മറ്റുള്ള മടവൂരിൽ നിന്നും മാങ്കോണത്തിൽ നിന്നും മുമ്പ് മരിച്ചിട്ടുള്ള ആൾക്കാർ, അതല്ലെങ്കിൽ ഇവിടെ പ്രദേശത്ത് നിന്ന് മരിച്ചിട്ടുള്ള ആൾക്കാരുടെ റൂഹുകൾ ഇങ്ങനെ നടക്കുകയാ. ആ റൂഹുകൾ പറയും, അറിഞ്ഞോ ഇന്നയാൾ അബൂബക്കറിന്റെ ഉമർ മരിച്ചിട്ടുണ്ട്, ഇപ്പൊ വന്നിട്ടുണ്ട്, നമുക്ക് അവിടുത്തെ വിശേഷമൊക്കെ ചോദിക്കാം. ഉള്ള കാര്യമാണ് പറയുന്നത്. അത് സുഖം കാണിച്ചു. അവര് പറയുകയാണ്, ഇന്നയാള് വന്നിട്ടുണ്ട്, ഇന്നയാള് വന്നിട്ടുണ്ട് നിനക്ക് ചോദിക്കാം. എല്ലാവരും എടുക്കാൻ കൂടുമ്പോ ചിലര് പറയും വേണ്ട, അവര് വലിയ വേദന അനുഭവിച്ചല്ലേ വന്നിരിക്കുന്നത്, വളരെ ബുദ്ധിമുട്ടിയല്ലേ വന്ന് റെസ്റ്റ് എടുക്കട്ടെ, നമുക്ക് ഇവിടെ ഉണ്ടല്ലോ, ഇനി അങ്ങോട്ട് അവർ പോകില്ലല്ലോ, നമുക്ക് പിന്നെ ചോദിക്കാമെന്ന് പറഞ്ഞത്. അവര് വന്നിട്ട് തന്റെ നാട്ടിൽ നിന്നും മരിച്ചു വന്ന റൂഹിനെ ചെന്നിട്ട് ചോദിക്കണേ, ഓരോ കാര്യങ്ങൾ ചോദിക്കും. ഇന്നയാൾ എന്ത് ചെയ്യുന്നു, ഇന്നയാൾ ഇന്ന പെണ്ണ് എന്ത് ചെയ്യുന്നു, ഇന്ന വീട്ടിലെ ഫാത്തിമാടെ ആമിനായെ കെട്ടിച്ചോ, മുഹമ്മദ് മുസ്തഫ. ആമിനായി ഫാത്തിമായി മാറ്റിയ ഭാഗ്യശരി. ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. ഇന്നയാളിനെ കെട്ടിച്ചോ, ഇന്നയാളിനെ കെട്ടിച്ചോ എന്ന് പരസ്പരം ചോദിക്കും അത്രേ. എല്ലാ ചോദിക്കും, ഇന്നയാളോടെ ഉണ്ടാ 8 കൊല്ലമായ ആയുഷ്കാല ഇമാം സക്കരിയ ഉസ്താദ് അവിടെ ഉണ്ടോ, ഇപ്പോഴും ഉസ്താദ് എന്നെ മടവൂരിപ്പ് ആരാ, അസിസ്റ്റന്റ് ആരാ, മോദിൻ ആരാ, അതാരാ, ഇതാരാ എന്നൊക്കെ ചോദിക്കും. ഉള്ളതാ ചോദിക്കും. അവിടെ പ്രസംഗം നടന്നതല്ലേ, അതിൽ 3 പേരുണ്ടെന്ന്, മുജീബ് ഫാറൂഖി MD മൗലവിയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കും, പരസ്പരം സംസാരിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകനെ പഠിപ്പിക്കുന്നു. എന്തിനേറെ ആരൊക്കെ കുളിപ്പിക്കുന്നു, ആരാണ് കഫൻ ചൊരിയുന്നത്, ആരാണ് ചുമക്കുന്നത്, ആരാണ് തലക്കീഴിടുന്നത്, ആരാണ് നിസ്കരിക്കുന്നത്, ആരാണ് കബറിലെ പലവെക്കുന്നത്, ആരാണ് മണ്ണിട്ട് മൂടുന്നത്, ആരാണ് ചെടിവെക്കുന്നത്, ആരാണ് വെള്ളം വീട്ടുന്നത്, ആരൊക്കെയാണ്. ആ മക്കളെ വളർത്തിയിട്ട് ഒരുപാട് കഷ്ടപ്പാടുകളെ പഠിച്ചുകൊണ്ട് വേദനകളെ കണ്ടുകൊണ്ട് ആ മക്കളെ വളർത്തിയിട്ട് മക്കളോട് പറയാ, നിങ്ങൾ നല്ലതുപോലെ ജീവിക്കണേ, അന്യാഭിലാഷമായിട്ട് പൊന്നോന്റെ കയ്യിൽ പിടിച്ചിട്ട് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് ആ പ്രിയപ്പെട്ട പിതാവ് മരിക്കാൻ നേരത്തെ പറയുന്നേനെ നീ നാട്ടിന് കൊളുത്തനുണ്ടാകുമല്ലോ. ഒരുപാട് പ്രശ്നങ്ങളുള്ള നാടാണ് നമ്മുടെ നാട്, നല്ലതുപോലെ ജീവിക്കണേ, എല്ലാ പക്കത്തിനും പള്ളികൾ കയറി നിസ്കരിക്കണേ, വല്ലപ്പോഴായിരിക്കേണ്ട കബറുകൾ കണ്ടിട്ട് ഒരു സലാം പറഞ്ഞ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് നിന്റെ പ്രിയപ്പെട്ട മുത്ത് നിന്നോട് പറഞ്ഞിട്ടില്ലേ, നിന്റെ അമ്മ നിന്നോട് പറഞ്ഞിട്ടില്ലേ, എന്റെ പെങ്ങളെ നിന്റെ അമ്മ നിന്നോട് യാത്ര പറയുന്നു, നിന്റെ ഭർത്താവ് നിന്നോട് യാത്ര പറയുന്ന നിമിഷത്തിൽ അല്ലയോ പ്രിയപ്പെട്ടവളെ ഞാൻ മരിക്കാൻ പോവുകയാണ്. ഒരുപാട് ജീവിച്ചില്ല, നമ്മൾ ജീവിച്ച
ജീവിച്ച് കുടിതീർന്നിട്ടില്ല. മക്കളെ നല്ലതുപോലെ വളർത്തണം, മക്കളെ ആത്മീയങ്ങളെ കൊണ്ട് കെട്ടിക്കണം, മക്കളെ നല്ലതുപോലെ നോക്കണമെന്ന് പറഞ്ഞിട്ട് ഭാര്യയോട് യാത്ര പറഞ്ഞ് ഭർത്താവ് തോന്നുന്ന ഭർത്താവെന്ന് പോവാ ഒരാണ്ടെന്ന് കഴിഞ്ഞ പിന്നെ അങ്ങനെ ഒരു ഭർത്താവുണ്ടായിരുന്നെന്ന ചിന്തയില്ല, അങ്ങനെ ഒരു വാർത്ത ജീവിച്ചിരുന്നെന്ന ചിന്തയില്ല, അങ്ങനെ ഒരു വസിയത്ത് ചിന്തയില്ല. എന്നാലും ഓർത്ത് നിന്റെ ഉപ്പ, നിന്റെ ഉമ്മ, നിന്റെ ഭർത്താവ് ആ പള്ളിപ്പാട്ടിൽ കിടന്നുകൊണ്ട് ഇതെല്ലാം നേരിട്ട് കണ്ടുകൊണ്ട് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയല്ലേ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാതെ തന്നെ പ്രവാചകനെ പറയുകയാണ്, നിങ്ങളുടെ അടുത്ത ബന്ധുക്കളുടെ മേൽ, നിങ്ങളുടെ അകന്ന ബന്ധുക്കളുടെ മേൽ, നിങ്ങളുടെ സഹോദരങ്ങളുടെ മേൽ നിങ്ങളുടെ എല്ലാം അമലുകൾ വെളിവാക്കപ്പെടുകയാണ്. നിങ്ങളുടെ അമലുകൾ നിങ്ങളുടെ സഹോദരന്മാരുടെ, നിങ്ങളുടെ കൂട്ടുകുടുംബാദികളുടെ മേൽ നിങ്ങളുടെ അമലുകളെല്ലാം വെളിപ്പെടുത്തുകയാണ്. അത് നല്ലതാണെങ്കിൽ, സൽക്കർമാണെങ്കിൽ സൽക്കർമാണെങ്കിൽ, അവർ മരിക്കുമ്പോൾ പറഞ്ഞിട്ട് പോയതുപോലെയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ അതുകൊണ്ട് അവർ സന്തോഷിക്കുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതാ. അത് കേട്ടുകൊണ്ട് കണ്ടുകൊണ്ടവർ സന്തോഷിക്കുന്നു. നിങ്ങളെല്ലാം നിന്റെ പ്രവർത്തനമെങ്കിൽ, ഹൈറായ ജീവിതമല്ല നീ നയിക്കുന്നതെങ്കിൽ അവർ പൊട്ടിത്തുറന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞാനിങ്ങോട്ട് വരാൻ നേരത്ത് അവരോട് നല്ലതുപോലെ ജീവിക്കാൻ പറഞ്ഞിട്ടാകുന്നത് അവന് തന്നോടിയായി ജീവിക്കുന്നു, അവന് മധ്യഭാഗിയായി ജീവിക്കുന്നു, അവന് സിനിമാലോകത്തോട് കൂട്ടുകൂടിയിരിക്കുന്നു, അവൻ വേണ്ടാത്ത പ്രവർത്തനങ്ങൾ ചെയ്തിരിക്കുന്നു. എത്രമാണ് നീ മരിപ്പിക്കുകയല്ല, എന്റെ ഭാര്യനെ മരിപ്പിക്കുകയല്ല. അവർക്ക് നീ സമ്മാനം കാണിച്ചു കൊടുക്കണയല്ല, അവർ സമ്മാനം സിദ്ധിക്കുന്നത് പറഞ്ഞ് കാണിച്ചു കൊടുക്കണയല്ല. നമ്മളെ സന്മാർഗികളാക്കിയതുപോലെ എന്റെ മക്കളെയും മരുമക്കളെയും ചെറുകുട്ടികളെയും എന്റെ ഭാര്യയെയും എന്റെ ഭർത്താവിനെയും എന്നോരോ റൂഹുകളും കിടന്ന് പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആർക്കാർ നിർത്താൻ കഴിയുക, ആർക്കാർ ചോദ്യം ചെയ്യാൻ കഴിയുക. ചെഞ്ചുമുടികളിൽ നിന്ന് ഇവർ അസത്യത്തിന്റെ ലാഞ്ചനപോലുണ്ടെന്നിട്ടില്ലാത്ത, ഒരിക്കൽ പോലും തമാശയ്ക്ക് പോലും കളവെന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്ത സാധുക്കളുള്ള നീരേ എല്ലാം കണ്ടുകൊണ്ട് കിടക്കുക. കക്കോടിയും കെട്ടി വലിച്ചുകൊണ്ട് പോകൂലേ അതുവഴി. അവർ കണ്ടുകൊണ്ട് കിടക്കുക. എല്ലാം മരിച്ചു പോകുന്നൊരു മനുഷ്യന്റെ റൂഹ്, മരിച്ചു പോകുന്നൊരു മനുഷ്യന്റെ റൂഹ് ഒരു മലക്കിന്റെ കയ്യിലാവുള്ളത്. ആ മലക്ക് ഈ ജനാസയോടൊപ്പം സഞ്ചരിക്കുന്നു. ജനാസയോടൊപ്പം ആ മലക്ക് സഞ്ചരിച്ചിട്ട് ഓരോരുത്തരും അവനെ പറ്റി പറയുമ്പോൾ മലക്ക് പറയും, റൂഹേ എന്നെ പറ്റി ഇന്നത് പറയുന്നു, കേട്ടോ 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 കേട്ടോ. ഇതങ്ങോട്ട് മലക്കുകൾ പറഞ്ഞു കൊടുക്കുന്നു. ആ മലക്ക് ആ ജനാസയോടൊപ്പം സന്ദർശനം നടത്തുക, സഞ്ചരിച്ചു. അവസാനം ആ മനുഷ്യനെ കബറിൽ വെക്കുമ്പോൾ, ആ മനുഷ്യനെ കബറിൽ വെച്ച് അടക്കുമ്പോൾ ആ മലക്ക് ആ റൂഹിനെ അവിടെ വെച്ച് പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ എല്ലാം കേൾപ്പിച്ചു കൊടുക്കുന്നു. എല്ലാം കേൾപ്പിച്ചു കൊടുക്കുന്ന ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ ഇത് പിന്നെ ഏത് സംശയം വരില്ല. കാരണം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ അമേരിക്കയിൽ നിൽക്കുന്നവരെ കണ്ടു വിളിക്കാൻ കഴിയുന്നു. ഹോസ്പിറ്റലാകട്ടെ, മാർക്കറ്റിലാകട്ടെ, കുടുംബശ്രീക്കാകട്ടെ, ഏത് പല്ലാത്തിലായിരുന്നാലും ആ പള്ളിയുടെ മുമ്പിലൂടെ നീ പോകുമ്പോൾ, ആ മാവിന്റെ മൂട്ടിൽ കൊണ്ടുകൊണ്ട് നീ ബസ് കയറാൻ വരുമ്പോ ഒരു വേഗം നിന്റെ കണ്ണ് പള്ളിയിലേക്കൊന്ന് പോയിക്കണേ. എന്നിട്ട് ആ കബറിൽ കിടക്കുന്നതിന്റെ ഒപ്പം നിന്റെ ഓമ്മ, നിന്റെ അകാരത്തിന്റെ പെട്ടെന്ന് നിന്ന് വേർപെട്ടു പോയ നിന്റെ മക്കൾ അവർക്ക് വേണ്ടി എത്തുമെന്ന് നന്ദികൊണ്ട് അസ്സലാമു അലൈക യാ സൗജി, അസ്സലാമു അലൈക യാ ഹബീബി, അസ്സലാമു അലൈക യാ ഉമ്മി എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടൊരു സലാം പറയാതെ പോകല്ലേ. ബിസ്മിനെ ബറാബിൽ മഹറൂർ റളിയല്ലാഹു തആല ബറൂസലമയിൽ മനുഷ്യരാ
ബിശ്ർ ഇബ്നു ബറാ ഇബ്നു മഅറൂർ റളിയല്ലാഹു തആല മരണപ്പെട്ടപ്പോൾ പ്രിയപ്പെട്ട ഉമ്മാക്ക് ദുഃഖം സഹിക്കാൻ കഴിയുന്നില്ല. ഒരു ഉമ്മാക്ക് മകനോടുള്ള ദുഃഖത്തെക്കാൾ ഏറ്റവും വലിയ ദുഃഖമേടാ ഭർത്താവ് മരിച്ച ഭാര്യയ്ക്കില്ലാത്ത ദുഃഖമല്ലേ ഒരു മാതാവ് ഒരു പിതാവ് മരിച്ചു പോയാലുള്ള ദുഃഖമോ? ആ ദുഃഖത്തില് പ്രിയപ്പെട്ട അദ്ദേഹം മരണപ്പെട്ടു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ മാതാവ് വിഷമിച്ചുകൊണ്ട് ബുദ്ധിമുട്ടിക്കൊണ്ട് വൈമനസ്സത്തോടെ പോയിട്ട് ആദരവായ പ്രവാചകന്റെ സന്നിധാനത്തിൽ വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലേ, എനിക്കൊരു കാര്യം ചോദിക്കാറുണ്ട്. എന്റെ പൊന്നുമകൻ ബിശ്ർ മരിച്ചതോ? എന്റെ ബിശ്ർ മരിച്ചത് മരിച്ചു പോകുന്നവർ പരസ്പരം കാണാറുണ്ട്, മരിച്ചു പോകുന്നവർ പരസ്പരം സംസാരിക്കാറുണ്ട്, മരിച്ചു പോകുന്നവർ പരസ്പരം സന്ധിക്കാറുണ്ട്, മരിച്ചു പോകുന്നവർ പരസ്പരം ആശയവിനിമയം നടത്താറുണ്ട്. ബിശ്റിന്റെ മാതാവിനോട് അള്ളാന്റെ പ്രവാചകനെ പറയുകയാണ്, അതേ മരിച്ചവർ തമ്മിൽ കാണും, മരിച്ചവർ തമ്മിൽ സംസാരിക്കാൻ, മരിച്ചവർ തമ്മിൽ പരസ്പരം കാണും, ആശയവിനിമയം നടത്തുമെന്ന് പറയുമ്പോ ആ ബിശ്റിനെ വലിയുള്ളാകുന്നുണ്ട്. പ്രിയപ്പെട്ട മാതാവ് ആരോഗ്യപ്പെടുത്തുന്ന ഹദീസിൽ കാണാൻ കഴിയുമ്പോ ബിശ്റിനെ മഴോറിന്റെ പ്രിയപ്പെട്ട മാതാവ് പിന്നെ ആര് ബനൂ സലമയിൽ നിന്ന് മരിച്ചാൽ, ബനൂ സലമയിൽ നിന്ന് ആര് വഫാത്തായാൽ ആ മയ്യത്തിന്റെ ചാരത്ത് ചെന്നിട്ട് ആ മകന് പറയുമത്രേ, അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും ഇഖ്റാ അലാ ബിശ്റിൻ മയ്യത്ത് അല്ലാഹുവിന്റെ രക്ഷകനക്ക് ഉണ്ടാകട്ടെ, നിനക്കല്ലാഹുവിന്റെ സമാധാനം ഉണ്ടാകട്ടെ. എന്റെ പൊന്നമാണ് ബിശ്റിന് ഈ സലാമം അറിയിച്ചിരിക്കണേ, ഈ സലാമം പറഞ്ഞിരിക്കണേ എന്ന് ഓരോ സ്ഥലങ്ങളിൽ ആര് മരിച്ചാൽ ആ ഉമ്മ പോയിട്ട് ആ മയ്യത്തിനോട് സലാം പറഞ്ഞിരിക്കുമെന്ന് പഠിപ്പിക്കപ്പെടുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ നമ്മളെന്ന് മനസ്സിലാക്കാറുണ്ടോ? നമ്മളെന്നത് ചെയ്യാറുണ്ടോ? നമ്മൾ ചെയ്യുന്നില്ല. നമ്മളെന്ന് മറന്നുപോയി കബറിന്റെ അടുത്തുകൂടി നമ്മൾ പോകുമ്പോൾ അവർ നമ്മളെ ശ്രദ്ധിക്കുന്നില്ല, നമ്മൾ ഒരിക്കലും അവരെ ശ്രദ്ധിക്കുന്നില്ല. ഏതുപോലെ ഒരു മഹാന് പറഞ്ഞതുപോലെ കണ്ണ